യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ 37 വർഷമായി മുടങ്ങാതെ നടത്തിവരുന്ന ഒരു പ്രധാന സൈനിക ചടങ്ങ് ആദ്യമായി ഒഴിവാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച ഇറാന്റെ എയർഫോഴ്സ് കമാൻഡർമാരുമായി നടത്താറുള്ള വാർഷിക കൂടിക്കാഴ്ചയാണ് ഇത്തവണ ലംഘിക്കപ്പെട്ടത്. 1979 ഫെബ്രുവരി 8-ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആയത്തുള്ള ഖമേനിയോട് കൂറ് പ്രഖ്യാപിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. 1989 അധികാരമേറ്റതു മുതൽ കോവിഡ് കാലത്ത് പോലും ഖമേനി ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് വൻ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഖമേനി ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. ഖമേനിക്ക് പകരം ഇറാൻ സായുധ സേനാ മേധാവി അബ്ദുറഹിം മൂസവിയാണ് ഇത്തവണ കമാൻഡർമാരെ കണ്ടത്. ജനുവരിയിൽ നടക്കേണ്ടിയിരുന്ന തന്റെ വെള്ളിയാഴ്ച പ്രഭാഷണവും സുരക്ഷാ കാരണങ്ങളാൽ ഖമേനി ഒഴിവാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ആക്രമണം നടത്തിയാൽ അതൊരു മേഖലാ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഖമേനി ഈ മാസം ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ അദ്ദേഹം സുരക്ഷിതമായ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതായും സൂചനകളുണ്ട്. ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന യു.എസ്. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.